ശാന്തി 29/5/26 പ്രഭാതമുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ പഴയ ലോകത്തോടും ദേഹധാരികളോടും ഒരിക്കലും ഹൃദയം ചേർക്കാതിരിക്കൂ. ഹൃദയം ചേർക്കുമെങ്കിൽ ഭാഗ്യം തകർന്നു പോകും. ചോദ്യം: ബാബ കുട്ടികൾക്ക് ഈ നാടകത്തിൻ്റെ ഏതൊരു രഹസ്യം കേൾപ്പിച്ചിരിക്കുകയാണ്? ഉത്തരം: കുട്ടികളെ, ഇപ്പോൾ ഈ നാടകം അവസാനിക്കാൻ പോകുന്നു. അതിനാൽ എല്ലാ ആത്മാക്കൾക്കും ഇവിടെ ഹാജരാവുക തന്നെ വേണം. സർവധർമ്മങ്ങളിലെ ആത്മാക്കളും ഇപ്പോൾ ഇവിടെ ഹാജരാകും. കാരണം സർവരുടെയും പിതാവ് ഇവിടെ ഹാജരായിരിക്കുന്നു. സർവർക്കും ബാബയുടെ മുന്നിൽ ഉപചാരം കാണിക്കുവാൻ വരിക തന്നെ വേണം. എല്ലാ ധർമ്മത്തിലുമുള്ള ആത്മാക്കൾ മന്മനാഭവയുടെ മന്ത്രം എടുത്തുകൊണ്ടു പോകും. അവരാകട്ടെ മധ്യാജി ഭവയുടെ മന്ത്രത്തെ ധാരണ ചെയ്ത് ചക്രവർത്തി ആവുകയില്ല. ഗീതം: ഹൃദയത്തിൻ്റെ ആശ്രയം മുറിഞ്ഞു പോകാതിരിക്കട്ടെ. ഓം ശാന്തി. എല്ലാ സെൻറ്റേഴ്സിലുമുള്ള കുട്ടികൾ ഗീതം കേട്ടു. നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. മറ്റു കുട്ടികൾ 2-4 ദിവസം കഴിഞ്ഞ് കേൾക്കും. അഥവാ പഴയ ലോകത്തോടും പഴയ ശരീരത്തോടും ഹൃദയം ചേർക്കുകയാണെങ്കിൽ ഭാഗ്യം തകർന്നു പോകും. കാരണം ഈ ശരീരം ഈ പഴയ ലോകത്തിലേതാണ്. അഥവാ ദേഹാഭിമാനി ആവുകയാണെങ്കിൽ ഏതൊരു ഭാഗ്യമാണോ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് തകർന്നു പോകും. ഇപ്പോൾ ദൗർഭാഗ്യശാലിയിൽ നിന്നും നിങ്ങൾ ഭാഗ്യശാലി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ എത്ര സാധിക്കുമോ ഒരു ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഈ പഴയ ലോകത്തിൽ ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് സർവഗുണ സമ്പന്നം തീർച്ചയായും ആകണം. വളരെ പേരുണ്ട്, അവർ പവിത്രമായി ഇരിക്കുകയും ചെയ്യുന്നു. പലരും അടിക്കടി വീണു പോകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ബാബയോടൊപ്പം സർവീസിൽ കൂട്ടുകാരാകണം. വളരെ വലിയ സർവീസാണ്. ഇത്രയും മുഴുവൻ ലോകത്തെയും പതീതത്തിൽ നിന്നും പാവനമാക്കണം. എല്ലാവരും ബാബയെ സഹായിക്കും. അങ്ങനെയല്ല. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ സഹായിച്ചത്, ബ്രാഹ്മണ കുലഭൂഷണരായ BK ആയത്, അവർ തന്നെയാണ് വിവേകശാലി ആകുന്നത്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ നാമം പാടപ്പെട്ടിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ കുട്ടികളെ തീർച്ചയായും BK എന്ന് തന്നെ പറയും. തീർച്ചയായും പാസ്റ്റിൽ ഉണ്ടായിരുന്നു. ആദിദേവനെയും ആദിദേവിയെയും ഓർമ്മിക്കുന്നു. ഏതൊരു വസ്തുവാണോ പാസ്റ്റിൽ ഉണ്ടായിരുന്നത് അത് വീണ്ടും തീർച്ചയായും ഉണ്ടാകും. സത്യുഗം ഉണ്ടായിരുന്നു എന്നത് അറിയുന്നു. അതിൽ ആദി സനാതന ദേവീദേവന്മാരുടെ രാജ്യമായിരുന്നു. അത് ഇപ്പോഴില്ല. പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ള ദേവീദേവന്മാർ രാജ്യം ഭരിച്ചിരുന്നു. അവർ ഇപ്പോൾ 84 ജന്മങ്ങളുടെ അന്തിമത്തിലാണ്. ഇപ്പോൾ പവിത്രവുമല്ല, രാജധാനിയുമില്ല, പതീതമായിരിക്കുന്നു. വീണ്ടും ബാബ വന്നിരിക്കുകയാണ് പാവനമാക്കുവാൻ. പറയുന്നു, പതീതരുമായി ബുദ്ധിയോഗം ചേർക്കാതിരിക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടന്ന് ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. സമ്പത്ത് എങ്ങനെയാണ് നേടേണ്ടത് എന്നതിൻ്റെയും യുക്തി പറഞ്ഞു തരുന്നു. മനുഷ്യരാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള യുക്തികൾ രചിക്കുന്നു. ചിലർ സയൻസിൻ്റെ ഗർവുള്ളവരാണ്. ചിലർ ഡോക്ടർ പദവിയുടെ ഗർവുള്ളവരാണ്. മനുഷ്യരുടെ ഹാർട്ട് കേടാവുകയാണ് എങ്കിൽ മറ്റൊരു പ്ലാസ്റ്റിക് ഹാർട്ട് ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കും എന്നെഴുതുന്നു. നാച്ചുറൽ ആയതിനെ മാറ്റി ആർട്ടിഫിഷ്യൽ ആയതിനെ പ്രവർത്തിപ്പിക്കുന്നു. ഇതും എത്ര വൈദഗ്ധ്യമാണ്! ഇതായി അല്പകാലത്തെ സുഖത്തിനു വേണ്ടിയുള്ളത്. നാളെ മരിച്ചു പോവുകയാണെങ്കിൽ ശരീരം തന്നെ ഇല്ലാതായി പോകും. പ്രാപ്തി ഒന്നും തന്നെയില്ല, അല്പകാലത്തേക്കാണ് ലഭിച്ചത്.
സയൻസിലൂടെ വളരെയധികം അത്ഭുതം ചെയ്ത് കാണിക്കുന്നു. അതും അല്പകാലത്തേക്കുള്ളതാണ്. ഈ കാര്യമാണെങ്കിൽ തികച്ചും വേറിട്ടതാണ്. പാവന ആത്മാവ് 84 ജന്മം എടുത്തെടുത്ത് ഇപ്പോൾ പതീതമായിരിക്കുന്നു. ആ പതീത ആത്മാവിനെ വീണ്ടും പാവനമാക്കി മാറ്റുക, അതും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ഒന്നിൻ്റെ തന്നെ മഹിമയാണ്. സർവരുടെയും പതീത പാവനാണ്, സർവരുടെയും സദ്ഗതി ദാതാവാണ്, സർവരുടെ മേലും ദയാദൃഷ്ടി വയ്ക്കുന്നവനാണ്, സർവോദയ ലീഡറാണ്. മനുഷ്യർ സ്വയം തങ്ങളെ സർവോദയ ലീഡർ എന്ന് പറയുന്നു. ഇപ്പോൾ സർവം എന്നാൽ അതിൽ എല്ലാം വരുന്നു. സർവരുടെ മേലും ദയ കാണിക്കുന്നവനായി ഒരേ ഒരു ബാബ തന്നെയാണ് പാടപ്പെടുന്നത്. ആ ഒന്നിനെ ദയാഹൃദയൻ, ബ്ലിസ്ഫുൾ എന്ന് പറയുന്നു. ബാക്കി മനുഷ്യർക്ക് സർവരുടെ മേൽ എന്ത് ദയവ് ചെയ്യുവാൻ സാധിക്കും? തൻ്റെ മേലെ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ മേൽ എന്തു ചെയ്യുവാനാണ്? ഈ ദയവ് കാണിക്കുന്നത് അല്പകാലത്തിൻ്റെതാണ്. എത്ര വലിയ വലിയ പേരാണ് വച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാബു പറയുന്നു, നിങ്ങൾക്ക് എവർ ഹെൽത്തിയും എവർ വെൽത്തിയും ആകുന്നതിനുള്ള എത്ര സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. യുക്തി തീർത്തും സിമ്പിളാണ്. കേവലം എന്നെ ഓർമ്മിക്കൂ, കാരണം നിങ്ങൾ എന്നെ തന്നെ മറന്നുപോയിരിക്കുന്നു. സത്യയുഗത്തിൽ നിങ്ങൾ സുഖമുള്ളവരായി കഴിയുന്നു, അതിനാൽ എന്നെ ഓർമ്മിക്കുന്നതേയില്ല. നിങ്ങളുടെ 84 ജന്മങ്ങളുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങളെ കേൾപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ രാജ്യം ഭരിച്ചിരുന്നു, സദാ സുഖം ഉള്ളവരായിരുന്നു. പിന്നെ ദിനം പ്രതിദിനം ഇറങ്ങി തമോ പ്രധാനവും ദുഃഖിതരും പതീതരുമായിരിക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും കുട്ടികളായ നിങ്ങൾക്ക് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് കൽപ്പകൽപ്പങ്ങളിൽ വന്ന് സമ്പത്ത് നേടുന്നു. ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നു. ശ്രീമത്ത് തന്നെയാണ് ബാബ് ദാദയുടെ മതം. ആ ഒന്നിൽ നിന്നല്ലാതെ ശ്രീമത്ത് എവിടെ നിന്നും ലഭിക്കാനാണ്? ബാബ പറയുന്നു, നിങ്ങൾ ചിന്തിക്കൂ, ഈ വൈദഗ്ധ്യം ആരിലെങ്കിലും ഉണ്ടോ? ഇല്ല. ആരെയെങ്കിലും വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുക എന്നതിൻ്റെ യുക്തി ബാബ തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇതല്ലാതെ മറ്റൊരു ഉപായവുമില്ല എന്ന് പറയുന്നു. പതിത പാവനായ ബാബ തന്നെയാണ് നോളജ് നൽകുന്നത്, ഉയർന്ന പദവി നേടുന്നതിനായി. കേവലം സൃഷ്ടിചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ പവിത്രമായി മാറുകയില്ല. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങളുടെ പാപങ്ങളുടെ കുടം നിറഞ്ഞിരിക്കുന്നു. അത് ഈ യോഗ അഗ്നിയിലൂടെ ഇല്ലാതാകും. ബാബ പറയുന്നു, നിങ്ങൾ തന്നെയാണ് 84 ജന്മം എടുത്തെടുത്ത് വളരെ പതീതമായിരിക്കുന്നു. ഇക്കാലത്താണെങ്കിൽ പിന്നെ സ്വയം തന്നെ ശിവോഹം തത്വം എന്ന് പറയുന്നു. അല്ലെങ്കിൽ പിന്നെ പറയും, നിങ്ങൾ പരമാത്മാവിൻ്റെ രൂപമാണ്, ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ശിവബാബയുടെ ഓർമ്മ വരുത്തേണ്ടി വരും. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു പരംപിത പരമാത്മാവ് തന്നെയാണ്. ശിവന്റെ ക്ഷേത്രം പ്രത്യേകം നിർമ്മിക്കുന്നു. ശങ്കറിന്റെ രൂപം തന്നെ വേറെയാണ്. എക്സിബിഷനിലും കാണിച്ചു കൊടുക്കണം. ശിവൻ നിരാകാരനാണ്, ശങ്കർ ആകാരിയാണ്. കൃഷ്ണനാണെങ്കിൽ പിന്നെ സാകാരത്തിലാണ്. ഒപ്പം രാധയെയും കാണിക്കുന്നതും ശരിയാണ്. അപ്പോൾ ഇവർ പിന്നെ ലക്ഷ്മി നാരായണനാകുന്നു എന്നത് സിദ്ധമാകും. കൃഷ്ണനാണെങ്കിൽ ദ്വാപരയിൽ ഗീത കേൾപ്പിക്കുവാനായി വരുന്നതേയില്ല. പതിതമായിരിക്കുന്നത് കലിയുഗത്തിൻ്റെ അന്തിമത്തിലാണ്, പാവനമായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ വരും. ഇത് ബാബ തന്നെയാണ് അറിയുന്നത്. ആ ഒന്ന് ത്രികാലദർശിയാണ്. കൃഷ്ണനെ ത്രികാലദർശി എന്ന് പറയുന്നില്ല. കൃഷ്ണന് 3 കാലങ്ങളുടെയും ജ്ഞാനം കേൾപ്പിക്കാൻ സാധിക്കില്ല. കൃഷ്ണന് സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമേ ഇല്ല. കൊച്ചുകുട്ടിയാണ് എന്ന് പറയുന്നു. ദൈവിക പ്രിൻസസ് കോളേജിൽ പഠിക്കാൻ പോകുന്നു.
മുൻപ് ഇവിടെയും പ്രിൻസ് പ്രിൻസസ് കോളേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മിക്സ് ആയിപ്പോയി. കൃഷ്ണൻ പ്രിൻസ് ആയിരുന്നു. വേറെയും പ്രിൻസ് പ്രിൻസസ് ഉണ്ടാകും. ഒരുമിച്ച് പഠിക്കുന്നുണ്ടാകും. അവിടെയാണെങ്കിൽ വൈസ്ലെസ് ലോകമാണ്. ഒരു ശിവ് ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. മനുഷ്യന് സർവരുടെയും സദ്ഗതി ദാതാവാകുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് വന്ന് സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നത്. ദേവതമാരുടെ രാജ്യത്തിൽ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല എന്നതും മനസ്സിലാക്കിച്ചു തരുന്നു. അവർ വരുന്നത് തന്നെ പകുതിയിലാണ്. അപ്പോൾ സത്യയുഗത്തിൽ എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? അവർ ഹഠയോഗികളാണ്, നിവൃത്തി മാർഗത്തിലേത്. അവർക്ക് രാജയോഗം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് രാജയോഗമാണ് പ്രവൃത്തി മാർഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി. ഭാരതം പവിത്ര പ്രവൃത്തി മാർഗത്തിലായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ പതീത പ്രവൃത്തി മാർഗത്തിൽ ഉള്ളവരായിരിക്കുന്നു. ഭഗവാൻ ഉവാച, എന്നെ മാത്രം ഓർമ്മിക്കൂ. പഴയ ലോകവുമായി അഥവാ ദേഹത്തിൻ്റെ സംബന്ധങ്ങളുമായി ഹൃദയം ചേർക്കുകയാണെങ്കിൽ ഭാഗ്യം തകർന്നു പോകും. വളരെ പേരുടെ ഭാഗ്യം തകർന്നു പോകുന്നു. എന്തെങ്കിലും അരുതാത്ത കാര്യം ചെയ്തിട്ടുണ്ടാകുമെങ്കിൽ പിന്നീട് അവയെല്ലാം മുന്നിൽ വരും. സാക്ഷാത്കാരം ഉണ്ടാകും. പല കുട്ടികളും ഒളിപ്പിച്ചു വയ്ക്കുന്നു വളരെയധികം. ഈ ജന്മത്തിൽ ചെയ്തു പോയ പാപകർമ്മങ്ങൾ ബാബയെ കേൾപ്പിക്കുന്നതിലൂടെ പകുതി ശിക്ഷയിൽ നിന്നും മുക്തമാകും. എന്നാൽ ലജ്ജ കാരണം കേൾപ്പിക്കുന്നില്ല. മോശമായ കാര്യം വളരെ പേർ ചെയ്യുന്നു. ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുന്നു. പറയുന്നതിലൂടെ മുക്തമാകും. ഈ ഒന്ന് അവിനാശി സർജനാണ്. ലജ്ജ കാരണം രോഗത്തെക്കുറിച്ച് സർജനോട് പറയാതിരിക്കുകയാണ് എങ്കിൽ എങ്ങനെ മുക്തമാകും? ഏതെങ്കിലും വികർമ്മം ചെയ്തു എങ്കിൽ പറയുന്നതിലൂടെ പകുതി മാപ്പുണ്ടാകും. പറയാതിരിക്കുന്നതിലൂടെ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ കുടുങ്ങിപ്പോകും. പിന്നെ ഭാഗ്യം ഇല്ലാതാകും. ദൗർഭാഗ്യം വന്നു പോകും. ബാബ പറയുന്നു, ദേഹവുമായി സംബന്ധം വയ്ക്കാതിരിക്കൂ. എപ്പോഴും എന്നെ മാത്രം ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. പിന്നെ മോശമായ ഒരു കാര്യവും ഉണ്ടാകില്ല. ഇത് ധർമ്മരാജനുമാണ്. ആ ഒന്നിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പിന്നെ നിങ്ങളെപ്പോലെ ശിക്ഷ മറ്റാർക്കും ലഭിക്കില്ല. എത്രത്തോളം സമയം സമീപമാകുമോ അതനുസരിച്ച് സർവർക്കും സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. എല്ലാവരും പതീതമാണ്. പാപങ്ങൾക്കുള്ള ശിക്ഷ തീർച്ചയായിട്ടും ലഭിക്കുന്നു. ഏതുപോലെ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു, അതുപോലെ വളരെയധികം സമയമായി ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതുപോലെയായിരിക്കും ഒരു സെക്കൻഡിൻ്റെ ശിക്ഷകളുടെ അനുഭവം. ഇത് വളരെ സൂക്ഷ്മമായ മെഷീനറിയാണ്. എല്ലാവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. ശിക്ഷ തീർച്ചയായും അനുഭവിക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാ ആത്മാക്കളും പവിത്രമായി പോകുന്നു. ബാബ തന്നെയാണ് വന്ന് പതീത ആത്മാക്കളെ പാവനമാക്കുന്നത്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ശക്തിയില്ല. 63 ജന്മം പാപം ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ പാപങ്ങളുടെ കുടം നിറഞ്ഞിരിക്കുന്നു. മായയുടെ ഗ്രഹണം എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. വലിയ ഗ്രഹണം നിങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. സർവഗുണ സമ്പന്നം നിങ്ങളായിരുന്നു. പിന്നെ നിങ്ങളെ ഗ്രഹണം ബാധിച്ചു. ജ്ഞാനവും ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. ബാബ പറഞ്ഞു തരുന്നു, നിങ്ങൾ ഭാരതത്തിൻ്റെ അധികാരിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ നിങ്ങൾ എടുത്തു. എത്ര നേരായ രീതിയിൽ പറഞ്ഞു തരുന്നു. നിങ്ങൾ തീർച്ചയായും ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരായിരുന്നു. പിന്നെ പതീതമാകുന്നത് കാരണം ഹിന്ദു എന്ന് പറയുന്നു. ഹിന്ദു ധർമ്മത്തിൻ്റെ സ്ഥാപന ആരും ചെയ്തിട്ടേയില്ല. മഠ സമ്പ്രദായങ്ങളെ ഡിനാസ്റ്റി എന്ന് പറയില്ല. ഡിനാസ്റ്റി രാജാക്കന്മാരുടേതാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി നാരായൺ ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ രാജധാനി നടക്കുന്നു.
പതീതത്തിൽ നിന്നും പാവനം ആവുക തന്നെ വേണം എന്നതും തീർച്ചയാണ്. പതീതം ആകുന്നത് കാരണം ദേവി ദേവത എന്ന് പറയുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പൂജ്യ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലേതായിരുന്നു. തൻ്റെ ധർമ്മത്തിലെ ചിത്രങ്ങളെ തന്നെ പൂജിക്കുന്നു. നമ്മൾ തന്നെയാണ് പൂജ്യ ദേവതയായിരുന്നത്, ഇപ്പോൾ പൂജാരിയായിരിക്കുന്നു എന്നത് കേവലം മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ സമ്പത്ത് നൽകിയിരുന്നു, പിന്നെ പതീതമായി. അപ്പോൾ തൻ്റെ തന്നെ ചിത്രങ്ങളുടെ പൂജയിരുന്നു ചെയ്യുന്നു. താങ്കൾ തന്നെ പൂജ്യവും താങ്കൾ തന്നെ പൂജാരിയും. ഇത് ഭാരതത്തിലുള്ളവരല്ലാതെ മറ്റാരും പറയില്ല. ബാബയും ഭാരതത്തിൽ തന്നെയാണ് വന്ന് ജ്ഞാനം നൽകുന്നത്, വീണ്ടും ദേവത ആക്കുന്നതിനു വേണ്ടി. ബാക്കി എല്ലാവരും കണക്കുകൾ സമാപ്തമാക്കി തിരികെ പോകും. ആത്മാക്കളെല്ലാം ഓ ഗോഡ് ഫാദർ എന്ന് ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് 3 അച്ഛനുണ്ട്. ഒന്ന് ശിവബാബ, രണ്ടാമത്തേത് ലൗകിക അച്ഛൻ, പിന്നെ ഈ അലൗകിക ബാബ പ്രജാപിത ബ്രഹ്മ. ബാക്കി എല്ലാവർക്കും 2 പിതാവാണ്, ലൗകികവും പാരലൗകികവും. സത്യയുഗത്തിൽ കേവലം ഒരേ ഒരു ലൗകിക ബാബയാണുള്ളത്. പാരലൗകിക പിതാവിനെ അറിയുന്നതേയില്ല. അവിടെ സുഖം തന്നെയാണ്. പിന്നെ പാരലൗകിക പിതാവിനെ എന്തിനോർമ്മിക്കണം? ദുഃഖത്തിലാണ് എല്ലാവരും സ്മരിക്കുന്നത്. ഇവിടെ പിന്നെ നിങ്ങൾക്ക് 3 പിതാവ് ഉണ്ടായിരിക്കുന്നു. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ആത്മാഭിമാനിയായിരിക്കുന്നു, പിന്നെ ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ ആത്മാഭിമാനിയുമാണ്, പരമാത്മാ അഭിമാനിയുമാണ്. ശുദ്ധ അഭിമാനമുണ്ട്. നമ്മളെല്ലാം ബാബയുടെ കുട്ടികളാണ്. ആ ഒന്നിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് പിതാവും ശിക്ഷകനും സദ്ഗുരുവുമാണ്. ആ ഒന്നിൻ്റെ ഈ മഹിമയും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒന്ന് വന്ന് സർവ്വ കുട്ടികൾക്കും സമ്പത്ത് നൽകുന്നു. സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ 84 ജന്മങ്ങൾ എടുത്ത് പാഴാക്കി. ഇപ്പോൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുക എത്ര സഹജമാണ്. ബാബയെ പറയുന്നത് പതീത പാവനൻ, സർവരുടെയും സദ്ഗതി ദാതാവ് എന്നാണ്. ഈ ലോകം തന്നെ പതീതരുടേതാണ്. ആർക്കും സദ്ഗതി നൽകാൻ സാധിക്കില്ല. ബാക്കി കുറച്ചൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ അന്തുമതി സോഗതി ഉണ്ടാകും. വീണ്ടും ശൈശവത്തിൽ തന്നെ മനഃപാഠമാകുന്നു. അപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ എത്ര മധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ തമോ പ്രധാനമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ മാലിന്യം മാറും. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നു. എല്ലാവർക്കും ഹാജരാകണം. ക്രൈസ്റ്റ് ആദിയായ എല്ലാവരുടെയും ആത്മാവ് ഹാജരാണ്. ആ ഒന്നും ബാബയുടെ അടുക്കൽ ഉപചാരം കാണിക്കുവാൻ വരും. ചക്രവർത്തി രാജാവ് ആകേണ്ടതില്ല. കേവലം ബാബയെ ഓർമ്മിക്കും. മന്മനാഭവയുടെ മന്ത്രം എടുത്തുകൊണ്ട് പോകും. നിങ്ങളുടേത് മന്മനാഭവയുടെയും മധ്യാജി ഭവയുടെയും ഡബിൾ മന്ത്രമാണ്. ബാബ എത്ര നല്ല യുക്തി പറഞ്ഞു തരുന്നു. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പഴയ ലോകത്തിൽ ഇരുന്നു കൊണ്ടും പുരുഷാർത്ഥം ചെയ്ത് സർവഗുണ സമ്പന്നം തീർച്ചയായും ആകണം. ഈ പഴയ ശരീരത്തോടും പഴയ ലോകത്തോടും ഹൃദയം ചേർക്കരുത്. ഭാഗ്യശാലിയാകണം. ആത്മാഭിമാനിയും പരമാത്മാ അഭിമാനിയും ആയിരിക്കണം. ഈ വിധി നിർണയത്തിൻ്റെ സമയത്ത് ബാബയോട് ഒന്നും ഒളിപ്പിക്കരുത്. അവിനാശി സർജനിൽ നിന്നും നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കണം. വരദാനം: സംഘദോഷത്തിൽ നിന്നും അകന്നിരുന്ന് സദാ ബാബയുടെ സമീപതയുടെ ഭാഗ്യം പ്രാപ്തമാക്കുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. അഥവാ ബാബയുടെ സമീപത്തിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എപ്പോഴും ഏതൊരു സംഘദോഷത്തിൽ നിന്നും അകന്നിരിക്കണം.
പല പ്രകാരത്തിലുള്ള ആകർഷണങ്ങൾ പരീക്ഷയുടെ രൂപത്തിൽ വരും. എന്നാൽ ആകർഷിതരാകരുത്. സംഘദോഷം പല പ്രകാരത്തിലുണ്ട്. വ്യർത്ഥ സങ്കല്പങ്ങളുടെ അഥവാ മായയുടെ ആകർഷണത്തിൻ്റെ സങ്കല്പങ്ങളുടെ സംഘം, ബന്ധുക്കളുടെ സംഘം, വാക്കിൻ്റെ സംഘം, അന്നദോഷത്തിൻ്റെ സംഘം, കർമ്മത്തിൻ്റെ സംഘം, ഈ എല്ലാ സംഘദോഷങ്ങളിൽ നിന്നും സ്വയം തന്നെ രക്ഷിക്കുന്നവർ തന്നെയാണ് പാസ് വിത്ത് ഓണർ ആകുന്നത്. സ്ലോഗൻ: താങ്കൾ ഫരിഷ്തയാകൂ, അപ്പോൾ പരിതസ്ഥിതികളിൽ ബാബ സ്വയം താങ്കളുടെ ഛത്രഛായയായി മാറും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. സദാ ഏകരസവും അചഞ്ചലവും ആടാത്തതും ആകുന്നതിൻ്റെയും ആക്കുന്നതിൻ്റെയും വിശേഷ ശക്തി ഈ ഡ്രാമയുടെ പോയിന്റാണ്. ഇതിനെ ശക്തിയുടെ രൂപത്തിൽ ധാരണ ചെയ്യുന്നവർ ഒരിക്കലും തോൽക്കുക സാധ്യമല്ല. എന്നാൽ ആദ്യം ഡ്രാമയുടെ ബിന്ദുവിട്ട് വ്യർത്ഥ സങ്കല്പങ്ങളെ ശുദ്ധ സങ്കല്പങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. പിന്നെ മായയുടെ വന്നു ചേരുന്ന അനേകം പ്രകാരത്തിലുള്ള വിഘ്നങ്ങളെ ഈശ്വരീയ സ്നേഹത്തിൻ്റെ ആധാരത്തിലൂടെ സമാപ്തമാക്കൂ. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം
സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യ പ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.